നമ്മൾ മലയാളികൾക്ക് അതിപ്പോൾ ആഘോഷം എന്തായാലും ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ തൊട്ട് നിൽക്കാൻ ഒരിത്തിരി അച്ചാർ അത് നിർബന്ധമല്ലേ. ഇനിയിപ്പോൾ അടുക്കളയിൽ പോകുമ്പോൾ അവിടെ ഒരു അച്ചാർ കുപ്പി കണ്ടില്ലല്ലോ, ഒരു സുഖമില്ലെന്ന്. എന്നാൽ പിന്നെ നമുക്ക് ഇന്നൊരു അച്ചാർ ഇട്ടേക്കാല്ലേ. ഒട്ടും കുറയ്ക്കണ്ട, വെളുത്തുള്ളി വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ. ഒരു പാനിൽ 5 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു 50 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി ഒരു മീഡിയം ഗോൾഡൻ കളർ ആകുമ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് വേറൊരു പാനിൽ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ അച്ചാർ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മിനിറ്റ് ചെറു തീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം തീ ഓഫ് ചെയ്ത് പുളിക്ക് ആവശ്യത്തിനായിട്ടുള്ള വിനാഗിരി, ഞാനിവിടെ ഒരു 4 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചൂടാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി വെളുത്തുള്ളി അച്ചാർ റെഡിയായി. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാലം ഇത് കേടാവാതെ ഇരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.